സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദേവികയുടെ അടുത്ത് വന്ന് മിനിസ്റ്ററും ത്യാഗരാജനും കൂടി കെ നായരുടെ ആ പ്ലാന്റിന് സാങ്ഷൻ കൊടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും ദേവിക അതിനെ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ആ സാങ്ഷൻ ഒപ്പിട്ട് കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് മുരളിയോട് പറയുമ്പോൾ മുരളി ചോദിക്കുന്നുണ്ട്, നേതാക്കളെ ധിക്കരിച്ച് ദേവികയ്ക്ക് അതിനെ എതിർക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം അത് എതിർക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മാന്യമായിട്ട് രാജിവെച്ച് ഇറങ്ങിപ്പോരും, അല്ലാതെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പദ്ധതിക്കും ഞാൻ അനുമതി കൊടുക്കൂല. ഈ സമയത്ത് നമ്മളുടെ മന്ത്രിയാണെങ്കിൽ ത്യാഗരാജനോട് പറയുന്നുണ്ട്, ഇനി ഒരിക്കൽ കൂടി അവൾ MLA ആവുമൊന്നുമില്ല, അവളെ മത്സരിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇപ്പം എങ്ങനെയുണ്ട്, നിങ്ങൾ തന്നെയല്ലേ അവളെ MLA ആക്കിയത്, ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ടും അവൾ അനുസരിക്കണില്ല. മന്ത്രിനേക്കാളും പവർ ഇപ്പോൾ MLAക്കാണോ? മന്ത്രിയുടെ വാക്ക് പോലും അവൾ ധിക്കരിക്കുമല്ലോ. ആ സമയത്ത് ഈ മന്ത്രിക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് മന്ത്രി ചോദിക്കുന്നുണ്ട്, അവിടെ വെച്ച് ത്യാഗരാജൻ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്, ദേവികയ്ക്ക് സപ്പോർട്ടായിട്ടല്ലോ സംസാരിച്ചതെന്ന് പറഞ്ഞു. അന്നേരം ത്യാഗരാജൻ പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ അന്നേരം അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, വേറെ ഒന്നും ആയിട്ടല്ല എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ ഓഫീസിൽ വിളിച്ചിട്ട് പറയുന്നുണ്ട്, കുറച്ച് സമയത്തേക്ക് എന്നെ ആരും വിളിക്കണ്ട, എന്നെ ഫോൺ ചെയ്താൽ കിട്ടില്ല, ഞാനൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോവുക, അതുകൊണ്ട് തന്നെ കുറച്ച് സമയത്തേക്ക് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുമെന്ന്. ആ സമയം CP കൂടെയുണ്ട്. CP ചോദിക്കുന്നുണ്ട്, മേഡം എവിടെ പോണേ മേഡം എന്ന് ചോദിക്കുമ്പം അത് CP ഞാൻ ദേവികയെ കാണാനായിട്ടൊന്ന് പോവുകയെന്ന്. അന്നേരം CP പറയുന്നുണ്ട്, മേഡം എന്തിനാ ദേവികയെ കാണാൻ പോകുന്നത്, ദേവികയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ പോരെയെന്ന് ചോദിക്കുമ്പം അതൊന്നും ശരിയാവില്ല, ഇപ്പോൾ ദേവിക MLA ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ ദേവികയെ പോയി കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഒരു മണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ദേവികയോടല്ലേ പറയേണ്ടതെന്ന്. ആ സമയത്ത് CP പറയുന്നുണ്ട്, എന്നാൽ മേഡം ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടി വരാമെന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, വേണ്ട CP, ഇത് ഞാൻ മാത്രം പോകേണ്ട കാര്യമാണ്, എന്തായാലും എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിനെ കണ്ടെത്തിയേ പറ്റൂ, എനിക്ക് ഇനിയും അവനെ കാണാതിരിക്കാൻ പറ്റില്ല CP, അതുകൊണ്ട് ഞാൻ നേരിട്ട് തന്നെ ചെന്ന് MLA കണ്ട് കാര്യങ്ങൾ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഈ അരുന്ധതി പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ ഭാർഗവി പോയി കഴിഞ്ഞതും ഭയങ്കര ടെൻഷനായിട്ട് തന്നെ ഇരിക്കുക. ഇന്ന് വരെ ഭാർഗവിയോട് ഞാൻ ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല, എൻ്റെ ഏത് ആപത്ത് സമയത്തും എൻ്റെ കൂടെ തന്നെ നിന്നേക്കണ ആളാണ് ഭാർഗവി, എന്നിട്ടും ഞാൻ ഭാർഗവിയിൽ നിന്നും ഈ ഒരു രഹസ്യം മറച്ചു വെച്ചു. അതെനിക്ക് ഒരിക്കലും ഭാർഗവിയോട് പറയാൻ പറ്റില്ല. എൻ്റെ മോൻ്റെ കാര്യം, എൻ്റെ മോൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. കാര്യം ഭാർഗവിയെ എനിക്ക് ഭയങ്കര വിശ്വാസമൊക്കെയാണ്, പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ആരെയും വിശ്വാസമില്ല, എന്തിന് ദേവികയെ പോലും എനിക്ക് വിശ്വാസമില്ല എന്ന്. പിന്നീട് ഒരു വണ്ടി വന്ന സൗണ്ട് കേട്ടതും ഈ പ്രഭാവതിയാണെങ്കിൽ ആരാ വന്നേക്കണമെന്ന് നോക്കാനായിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് കാറിൽ നിന്നും ഇറങ്ങി വരുന്ന അരുന്ധതിയെ കണ്ടതും പ്രഭാവതിക്കാണെങ്കിൽ ആകെ എന്തൊക്കെയോ വിഷമങ്ങളാവുന്നുണ്ട്. ഈ പ്രഭാവതിക്ക് അറിയാം അരുന്ധതി ഋഷിയെ കാണാനില്ലാത്ത കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഇങ്ങോട്ട് വന്നേന്ന്. അങ്ങനെ അരുന്ധതിയെ കണ്ടതും പ്രഭാവതിയാണെങ്കിൽ, അരുന്ധതി നീ എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇവിടെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് ദേവികയെ ഒന്ന് കാണണമെന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അതിന് ദേവിക വന്നിട്ടില്ലല്ലോ, കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ വരുമായിരിക്കും, എന്തെങ്കിലും അത്യാവശ്യമാണോ എന്ന് ചോദിക്കുമ്പം എനിക്കിപ്പോൾ ഇത് അത്യാവശ്യം തന്നെ, എൻ്റെ മോനെ കാണാനില്ല. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഞാനും അറിഞ്ഞിരുന്നു ഋഷി എവിടെ പോയതാന്ന് ചോദിക്കുമ്പം എനിക്കറിയില്ല പ്രഭാവതി, എന്തായാലും എൻ്റെ മോനെ കാണാതായതിന് പിന്നിൽ പ്രഭാവതി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ മോനെ എനിക്ക് വിട്ടു തരണം, ഇനി എൻ്റെ മോൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടിനും വരില്ല എന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഇല്ല അരുന്ധതി, ഋഷിയെ കാണാതായതും ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ല, അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല, ഋഷിയെ അതിനുശേഷം ഞാൻ കണ്ടിട്ട് കൂടിയില്ല എന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, എൻ്റെ മോൻ എന്തോ ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, അതെൻ്റെ മനസ്സ് പറയുന്നുണ്ട്, നിങ്ങളറിയാതെ എൻ്റെ മോനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഇല്ല അരുന്ധതി, ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരറിവുമില്ല, അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടതിന് ശേഷം ഞാൻ ഋഷിയെ കണ്ടിട്ടില്ല, ഞാൻ പറയുന്നത് സത്യം അരുന്ധതി എന്ന് വിശ്വസിക്കണം. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, പ്രഭാവതി കണ്ടിട്ടില്ലായിരിക്കും, പക്ഷേ നന്ദൻ കണ്ടു കാണും, നന്ദൻ ഋഷി എന്തെങ്കിലും ചെയ്തോന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. ഈ സമയത്താണ് നമ്മളുടെ നന്ദൻ മേളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നത്. താഴേക്ക് ഇറങ്ങി വരുന്ന നന്ദൻ കാണുന്നത് ഈ പ്രഭാവതിയായിട്ട് സംസാരിച്ച് നിൽക്കുന്ന അരുന്ധതിനെയാണ്. ഇവരെന്താ സംസാരിക്കുന്നതെന്ന് നന്ദൻ ശ്രദ്ധിക്കുമ്പം ഈ അരുന്ധതി പറയുന്നത് പ്രഭാവതി കേൾക്കുന്നുണ്ട്, എൻ്റെ ഒരേ ഒരു മോന, എനിക്ക് അവനെ കിട്ടിയേ പറ്റൂ, അവനെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ആരെയും വെറുതെ വിടില്ല എന്ന്. ആ സമയത്ത് ഇത് കേട്ടതും നന്ദനാണെങ്കിൽ ആകെ പേടിച്ച് മേളിലോട്ട് കയറി പോകുന്നുണ്ട്. എന്നിട്ട് വേഗം തന്നെ ഫോണെടുത്ത് കെവിനെ വിളിക്കുന്നുണ്ട്. കെവിനാണെങ്കിൽ ഓഫീസിലിരിക്കുന്ന സമയത്ത് നന്ദൻ്റെ കോൾ കണ്ടതും ഇവനിപ്പോൾ എന്തിനായിരിക്കും വിളിക്കണേന്നും പറഞ്ഞുകൊണ്ട്
കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താന്ന് ചോദിക്കുമ്പോൾ കെവിന് ആകെ പ്രശ്നമായിടാ. ആ അരുന്ധതിമയുടെ ഇവിടെ ഋഷി അന്വേഷിച്ച് വന്നിട്ടുണ്ട്. അവർ താഴെ അമ്മയുമായിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ടെന്ന്. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട്, അതിന് നിനക്കെന്താടാ, പ്രഭയാൻ്റിയായിട്ട് സംസാരിച്ചിട്ട് അവർ പോയിക്കോളും, നീ അതിൽ ഇടപെടാനൊന്നും പോകണ്ടെന്ന്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അല്ല കെവിനെ, അവർ ഋഷിയെ അന്വേഷിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. അമ്മയോട് ഋഷി എവിടെയാണെന്ന് വെച്ചാൽ അവനെ കാണിച്ചു കൊടുക്കാനൊക്കെയാണ് പറയണേ. അമ്മയാണെങ്കിൽ അവരുടെ മുമ്പിൽ എന്ത് പറയണമെന്ന് അറിയാതെ ആകെ വിഷമിച്ച് നിൽക്കാതെ ഞാൻ ആ സത്യങ്ങളെല്ലാം അവരോട് തുറന്നു പറഞ്ഞാലോ. ആ സമയത്ത് കെവിൻ ചോദിക്കുന്നുണ്ട്, നീ എന്ത് സത്യം തുറന്ന് പറയാനാ തുടങ്ങണേ? ഋഷിയെ നീ കൊന്നൂന്നോ? അങ്ങനെ നീ സത്യം തുറന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഞാനും പെടും, വേറെ പലരും പെടും. അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. അവർ പ്രഭയാൻ്റിയായിട്ട് സംസാരിച്ചിട്ട് പോയിക്കോളും. എന്തായാലും നീ ഇപ്പോൾ താഴേക്ക് ഇറങ്ങിപ്പോവാനേ നിൽക്കണ്ടാന്ന്. അങ്ങനെ നമ്മളുടെ നന്ദനാണെങ്കിൽ ആകെ ഇങ്ങനെ ടെൻഷനായി തന്നെ നിൽക്കുന്നുണ്ട്. പിന്നീട് പ്രഭാവതിയോട് അരുന്ധതി ചോദിക്കുന്നുണ്ട്, ഇവിടെ നന്ദനില്ലേന്ന്. ആ സമയത്ത് പ്രഭാവതിക്ക് നന്ദനില്ല എന്ന് പറയാനും തോന്നണില്ല. നന്ദനുണ്ട്, നന്ദൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നന്ദൻ മേളിലാന്ന് പറയുന്നു. എന്നിട്ട് ഈ അരുന്ധതി പറയുന്നുണ്ട്, നന്ദനെ ഇങ്ങോട്ടൊന്ന് വിളിച്ചേന്ന്. അങ്ങനെ പ്രഭാവതിയാണെങ്കിൽ നന്ദാന്നും പറഞ്ഞ് വിളിക്കുമ്പോൾ നന്ദൻ പേടിച്ച് താഴേക്ക് വരുന്നുണ്ട്. ഈ അരുന്ധതിയെ കണ്ടതും, ആ മേഡായിരുന്നോ, മേഡം എപ്പോൾ വന്നു ചോദിക്കുമ്പോൾ ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി, ഞാൻ ദേവികയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്, എന്തായാലും ദേവികയുടെ ഇല്ല എന്ന് പറഞ്ഞു, നന്ദനെ കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ. നന്ദൻ എവിടെയെങ്കിലും വെച്ച് ഋഷിയെ കണ്ടിരുന്നോ? ആ സമയം നന്ദൻ പറയുന്നുണ്ട്, ഇല്ല മേഡം, ഞാൻ ഋഷിയെ കണ്ടിട്ടേ ഇല്ല, എന്നോട് സത്യം പറയണം, നന്ദൻ ഋഷിയെ ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മേഡം, ഞാൻ ഋഷിയെ കണ്ടിട്ട് കൂടിയില്ല. അല്ല, അന്ന് പ്രഭാവതി അമ്പലത്തിൽ വെച്ച് അവനെ അപമാനിച്ചിരുന്നല്ലോ, അതിൻ്റെ പ്രതികാരമായിട്ട് നീ ഋഷിയെ എന്തെങ്കിലും ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ, മേഡത്തിനോട് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഋഷിയെ കണ്ടിട്ടുമില്ല. ആ സമയത്ത് പ്രഭാവതി അരുന്ധതിയോട് പറയുന്നുണ്ട്, ആ കേസൊക്കെ ഞങ്ങൾ വിട്ടു അരുന്ധതി, ഋഷി അന്ന് എന്നെ അപമാനിച്ചെങ്കിലും ഞാനിവിടെ എല്ലാവരോടും പറഞ്ഞത് അതൊന്നും കാര്യമാക്കണ്ട, അതങ്ങോട്ട് വിട്ടേരെ, ഇനി അതിൻ്റെ പേരിലൊരു പ്രശ്നത്തിന് പോകണ്ടെന്ന് തന്നെ. എന്തായാലും ഞാൻ എല്ലാ കേസും മറന്നു, അതുപോലെ തന്നെ അരുന്ധതിയും എല്ലാം മറക്കണമെന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, പ്രഭാവതിക്ക് മറക്കാൻ പറ്റുമായിരിക്കാം, പക്ഷേ ഞാൻ കഴിഞ്ഞതൊന്നും മറക്കില്ല. എൻ്റെ മോൻ്റെ ജീവിതം തകർത്തത് പ്രഭാവതിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതിന് പകരം വീട്ടിയിരിക്കും. എന്തായാലും എൻ്റെ മോനൊന്ന് തിരിച്ചു വന്നോട്ടെ, അതിനുശേഷം എൻ്റെ മോൻ ഇത്രയും നാളും എവിടെയായിരുന്നു എന്ന് അറിയട്ടെ, എന്നിട്ട് ഇനി ഞാൻ നിങ്ങളെ കാണാൻ വരുന്നുള്ളൂ. അന്നേരം നിങ്ങൾക്ക് അതിലെന്തെങ്കിലും പങ്കുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജീവനോടെ ഉണ്ടാവില്ല എന്ന്. അത് കേട്ടതും നന്ദനും പ്രഭാവതിയാണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട്. പിന്നീട് ഈ അരുന്ധതി ദേഷ്യത്തോടു കൂടി തന്നെ അവിടുന്ന് പോകാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ അരുന്ധതി പോയതും പ്രഭാവതിയാണെങ്കിൽ സമാധാനത്തോടു കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അരുന്ധതി തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട്, പ്രഭാവതി അധികം സന്തോഷിക്കുകയൊന്നും വേണ്ട, എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ഒരാപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് അടുത്ത് തന്നെ മനസ്സിലാവും. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ നിങ്ങളാണെന്നും കൂടി അറിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യം ആലോചിക്കാനേ പറ്റില്ല എന്ന്. അത് കേട്ടതും പ്രഭാവതി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അരുന്ധതി, ഋഷിയുടെ കാര്യത്തിൽ എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് ഈ അരുന്ധതിയാണെങ്കിൽ കാറിൽ കയറി പോകുന്നുണ്ട്. അതേസമയം നന്ദനാണെങ്കിൽ പ്രഭാവതിയുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മേ, എല്ലാ സത്യങ്ങളും നമുക്ക് അരുന്ധതി മേഡത്തിനോട് തുറന്നു പറഞ്ഞാലോ, അവരുടെ മകനെ കാണാണ്ട് അവർ എത്ര നാളായി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നു. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, നീ എന്താ നന്ദ ഈ പറയണേ, അങ്ങനെ അവരോട് തുറന്നു പറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ നീ ജയിലിലാവില്ലേ, നിൻ്റെ ജീവിതം തകരില്ലേ, ദേവിക ഇതെങ്ങനെ സഹിക്കും? അതുമാത്രമല്ല കെവിനും ഇതിൽ പ്രതിയാവൂലേ, നിന്നെ സഹായിക്കാൻ നിന്നിട്ട് കെവിനെയും ഇതിൽ പ്രതിയാക്കണ മോശമല്ലേ ഇടാന്ന്. ആ സമയം നന്ദൻ പറയുന്നുണ്ട്, എനിക്ക് ഒന്നുകൊണ്ടും ഒരു സമാധാനം ഇല്ല അമ്മേ, കുറ്റം ഏറ്റു പറഞ്ഞാൽ എനിക്ക് മനസ്സമാധാനം എങ്കിലും കിട്ടുമായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതി പോണ വഴിക്ക് ദേവികയുടെ കാറ് വരുന്നത് കാണുന്നുണ്ട്. MLAയുടെ കാറാലോ തന്നെ, എന്തായാലും അതിൽ ദേവിക കാണുമായിരിക്കും. ഒന്ന് നിർത്തി നോക്കാമെന്ന് വിചാരിച്ച് ഈ അരുന്ധതിയാണെങ്കിൽ കാറിന് നേരെ കൈ കാണിച്ചിട്ട് കാർ ഒതുക്കുന്നുണ്ട്. ഈ സമയത്ത് മുരളി പറയുന്നുണ്ട്, മേഡം, ഒരാൾ നമ്മുടെ നേരെ കൈ കാണിച്ചിട്ട് കാർ ഒതുക്കുന്നുണ്ട്, വണ്ടി നിർത്തണോ മേഡം എന്ന് ചോദിക്കുമ്പം ദേവിക നോക്കിയിട്ട് അത് അരുന്ധതി മേഡാണല്ലോ, മുരളിയേട്ട വണ്ടി നിർത്തുന്നു പറഞ്ഞ് മുരളി വണ്ടി നിർത്തുന്നുണ്ട്. മുരളി വണ്ടി നിർത്തിയത് കണ്ടതും ദേവിക വണ്ടി നിർത്തിയില്ലോ എന്ന് പറഞ്ഞ് വേഗം തന്നെ അരുന്ധതി കാറിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ദേവികയും കാറിൽ നിന്ന് ഇറങ്ങി അരുന്ധതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് എന്താ മേഡം എന്തിനാ വണ്ടി നിർത്തിയെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ദേവികയെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്, ദേവികയെ കാണാൻ വേണ്ടി വീട്ടിൽ പോയിരുന്നു, അവിടെ ചെന്നപ്പം ദേവിക അവിടെ ഇല്ലെന്ന് പറഞ്ഞു, ദേവികയുടെ ഹസ്ബൻഡിനെയും പ്രഭാവതിനെയും കണ്ടു, മേഡം എന്തിനാ എന്നെ കാണാൻ വന്നതെന്ന് ചോദിക്കുമ്പം ദേവികയ്ക്ക് അറിയാലോ ഋഷിയെ കാണാതായിട്ട് കുറച്ച് ദിവസങ്ങളായി, ഇതുവരെ ഋഷിയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല, പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ മേഡം എന്ന് പറയുമ്പം ആദ്യമൊക്കെ പോലീസിൻ്റെ അന്വേഷണം ഊർജിതമായിരുന്നു, ഇപ്പോൾ പോലീസ് ഒരു തണുപ്പം മട്ടില്ല സംസാരിക്കണേ, അവൻ എവിടെയെങ്കിലും പോയതായിരിക്കും എന്നൊക്കെയാണ് പറയണേ. എന്തായാലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, അതിനെനിക്ക് ദേവികയുടെ സഹായം വേണമെന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, അതിന് മേഡത്തിന് എൻ്റെ എല്ലാ സഹായവും ഉണ്ടാവും, ഋഷിയെ കണ്ടുപിടിക്കുക എന്നുള്ളത് എൻ്റെ കൂടി ആവശ്യമാണ്, കാരണം ഋഷിയെ കാണാനില്ല എന്ന് പറയുമ്പം സംശയം നീളുന്നത് ചന്ദ്രോത്തേക്കാണെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ
തെറ്റൊന്നുമില്ലയെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഋഷിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് ഞാൻ ആ DYSPയോട് പറഞ്ഞിട്ടുണ്ടെന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, ഇപ്പോൾ DYSP അങ്ങനെയൊന്നും അല്ല സംസാരിക്കുന്നത്, ഋഷി വന്നോളൂ എന്നുള്ള മട്ടിലൊക്കെ ഇപ്പോൾ അയാൾ സംസാരിക്കണമെന്ന് പറയുമ്പോൾ ദേവികയാണെങ്കിൽ പറയുന്നുണ്ട്, ഞാനെന്നാൽ DYSPയെ വിളിച്ചൊന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ ദേവിക ഫോണെടുത്ത് DYSPനെ വിളിക്കുമ്പം DYSP ഫോണെടുത്തിട്ട് എന്താ മേഡം എന്ന് ചോദിച്ചതും എന്താ സാർ ഋഷിയുടെ കേസ് എവിടം വരെ ആയിരുന്നു ചോദിക്കുന്നു. ആ സമയത്ത് ഈ DYSP മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഋഷിയുടെ കേസ് അന്വേഷിച്ച് വരുമ്പം അത് മേഡത്തിൻ്റെ ഹസ്ബൻഡായിരിക്കും പ്രതി. ഇതാണെങ്കിൽ മേഡം വിളിച്ച് എപ്പോഴും ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക, പ്രതിയെ പിടിക്കുമെന്നും പറഞ്ഞ് മേഡത്തിൻ്റെ ഹസ്ബൻഡിനെ പിടിച്ചു കഴിയുമ്പം മേഡത്തിൻ്റെ സ്വഭാവം മാറില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് സാറെന്തൊന്നും പറയാത്തതെന്ന് ചോദിക്കുമ്പം അത് മേഡം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക, എത്രയും പെട്ടെന്ന് ഋഷിയെ കണ്ടെത്തുമെന്ന്. അത് കേട്ടതും ദേവിക ശരി സാറേന്നും പറഞ്ഞുകൊണ്ട് അരുന്ധതിയോട് പറയുന്നുണ്ട്, മേഡം കേട്ടല്ലോ സാറ് പറഞ്ഞത്, എത്രയും പെട്ടെന്ന് ഋഷിയെ കണ്ടെത്തുമെന്ന് തന്നെ എന്നോട് പറഞ്ഞേക്കണേ. എന്തായാലും അന്വേഷണം നടക്കട്ടെ മേഡം, ഞാനെന്നാൽ പോയിക്കോട്ടെ എന്ന് ചോദിച്ച് ദേവിക അങ്ങോട്ട് പോകുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.